ഞാൻ ചെറുതായിട്ട് ഇന്ത്യ വിട്ട് പുറത്തു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഞാൻ എവിടേക്കാണ് വന്നത് നിങ്ങൾക്കറിയണ്ടേ? അബുദാബിയിൽ കണ്ടോ ഞാൻ വന്നിട്ടുള്ളത്. അബുദാബിയിൽ എൻ്റെ മൂത്താപ്പാടെ മോളുടെ കൂടെയാണ് ഞാൻ സ്റ്റേ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അങ്ങനെ റൂമിലെത്തി ഡ്രസ്സുകളൊക്കെ ഒതുക്കണതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. കൊണ്ടുവന്നിട്ടുള്ള അച്ചാറുകളുടെ ഇടയിൽ നിന്ന് ഏതോ ഒരെണ്ണം ലീക്കായിട്ട് ഡ്രസ്സുകളിലൊക്കെ കുറച്ച് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കി ഓരോ സ്ഥലത്തായിട്ട് ഞാൻ വെക്കാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. പുറത്തു കൂടെ വണ്ടികൾ പോകുന്നതും കുറെ ബിൽഡിങ്സ് ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒതുക്കി സെറ്റ് ആക്കി ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ബുക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ വെച്ച് വെയിറ്റ് കൂടിയത് കാരണം അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്കാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ദിവസം ബുക്കും പേനും തൊട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ പണികളൊന്നും നടക്കൂല. അങ്ങനെ ഞാൻ പിന്നെ ഇത്താത്താടിൽ നിന്ന് കുറച്ച് A4 ഷീറ്റ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി ടൂഡൊക്കെ എഴുതി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴാണ് ഇത്താത്ത ഇവിടെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലേ എന്ന് പറഞ്ഞത്. നമ്മളാണെങ്കിൽ പിന്നെ ഒരു കണ്ണാടി കാണാൻ കാത്തിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞാനും ഇത്താത്തയും മളിയനും ഉണ്ണിയും കൂടി ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഈ അബുദാബി കാണുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.